തുറക്കപ്പെട്ട മിഴികൾ. തുറക്കപ്പെട്ട മിഴികളിലൂടെ കാഴ്ചകൾ മാത്രമായി കാണുമ്പോൾ എന്ത് ഗുണമാണ്. തുറക്കപ്പെടേണ്ടത് ഹൃദയമാണ്. ഹൃദയപൂർവ്വം തുറക്കപ്പെട്ട മിഴികളിലൂടെ എന്ത് കാണുവാൻ നമുക്ക് കഴിയും. മതിയാവോളം എല്ലാം കണ്ടിട്ടും കാണരുതെന്ന് പറഞ്ഞത് കാണുവാൻ കൊതിക്കുന്ന ചിലത് ഉണ്ടല്ലോ. മിഴികളിലൂടെ കാഴ്ചകളെ കാണുക എന്നത് മാത്രമല്ല, മറിച്ച് ദൈവത്തെ പോലെ ആകുവാൻ കഴിയും എന്നുള്ള ചിന്തയുമായി ആദാമും ഹവ്വയും. ഏദൻ തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ കാണാം, ഭക്ഷിക്കാം. പക്ഷേ ഒരു ഫലം, നന്മതിന്മകളെ പറ്റിയുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം ഭക്ഷിക്കരുത്. കൗശലമേറിയ പാമ്പ് അവരോട്, അത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അതെ, തുറക്കപ്പെട്ട മിഴികളിലൂടെ അവർ കണ്ട ആ ഫലം സ്വീകരിച്ചതിലൂടെ അവർ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു എന്നതാണ്. എന്തിനാണ് നാം ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിക്കുന്നത്? കൗശലങ്ങളിൽ വീഴാതെ തുറക്കപ്പെട്ട മിഴികളിലൂടെ നീ നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്നതല്ലേ നിന്റെ സൗന്ദര്യമെന്ന് കരുതുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമാകും. എവരുടെയും ജീവിതം ദൈവത്താൽ പ്രകാശപൂരിതമാകട്ടെ.